ഹലോ, ശ്രീയാണേ. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വർഷവും ഈ ഒരു മാസം നമ്മുടെ പറമ്പിൽ വരാറുള്ള ഒരു അതിഥിയാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്ന പാവക്കൂൺ. നമ്മളിവിടെ പാവക്കൂൺ എന്നാണ് പറയാറ്. ഒരു അടിപൊളി നാടൻ കൂൺ ഗ്രേവി ഉണ്ടാക്കി നോക്കിയാലോ. മണ്ണിന്ന് കിട്ടിയ നിധി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ തീരുമാനം. നമ്മുടെ കൂണിന് ഇതേ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പും തിരുമ്മിയിട്ട് കുറച്ച് നേരം വെക്കാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പൊടികളും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, കടുക്, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. സവാള, കറിവേപ്പില, അതുപോലെ തന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത്രയും മതി കേട്ടോ. ആദ്യം നമ്മളിതേ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടാന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇതേ ഉള്ളി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ എടുത്ത് വെച്ച തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. നന്നായി ഒന്ന് വഴറ്റുക. ഈ ഒരു കളർ മാറുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ഉപ്പ് എത്രയാണോ നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു കളറിൽ വരും ആ പച്ചമുളകൊക്കെ ഒന്ന് പോകാനായിട്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച കൂണും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മളൊന്നൊന്ന് മൂടി വെക്കണേ. മൂടി വെച്ച് എടുത്തതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ വെള്ളം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ കൂടുതൽ വെള്ളമൊക്കെ ആയിരിക്കും നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.